HROCSന്റെ ആഭിമുഖ്യത്തിൽ ചേലക്കരയിൽ നിർധന കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണവും 4 സെന്റ് ഭൂമിയും നൽകി. മനുഷ്യാവകാശ പ്രവർത്തന രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലും സ്തുത്യർഹമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയും അതിനു കീഴിൽ പ്രവർത്തിക്കുന്ന HROCS ഗ്ലോബൽ ട്രസ്റ്റും കൂടി ചേലക്കര അനില ഓഡിറ്റോറിയത്തിൽ വെച്ച് 805ാമത്തെ കിറ്റ് വിതരണവും നിർധനരായ കുടുംബങ്ങൾക്ക് 4 സെന്റ് ഭൂമിയും പാവപ്പെട്ട സ്കൂൾ കുട്ടികൾക്ക് സ്കൂൾ ബാഗും മറ്റു പഠന സാമഗ്രികളും വീട് അറ്റകുറ്റപ്പണിക്ക് ധനസഹായം രോഗികൾക്ക് മെഡിസിൻ യത്തീംഖാന കുട്ടികൾക്ക് കിടക്കാൻ ബെഡ് ഈ വർഷം സ്കൂൾ പരീക്ഷയിൽ ഫുൾ A+ നേടിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് എന്നിവയും HROCS പ്രവർത്തകർക്ക് അവാർഡ് വിതരണവും HROCS മാസം തോറും നടത്തിവരുന്ന 805ാമത്തെ അരി കിറ്റ് വിതരണവും നടന്നു. (1200ഓളം ആളുകൾ സാധനങ്ങൾ വാങ്ങാനെത്തിയിരുന്നു. HROCS ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ നൌഷാദ് കൊറ്റായി പറമ്പിൽ അധ്യക്ഷനായിരുന്ന ചടങ്ങ് HROCS ഇന്റർനാഷണൽ ചെയർമാൻ ഡോക്ടർ മുസ്തഫ പട്ടാമ്പി ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു മനുഷ്യാവകാശ ലംഘനത്തിനെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘടനയ്ക്ക് ഇന്ന് 1000ഓളം ആളുകൾക്ക് ഭക്ഷണ കിറ്റുകളും മാത്രമല്ല വിശപ്പ് മാറാനുള്ള കിറ്റുകളും കൊടുക്കാൻ ദൈവം തമ്പുരാന്റെ കഴിവുകൊണ്ട് 10 വർഷകാലമായി തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഹ്യൂമൻ റൈറ്റ്സ്. ഈ വേദിയിലുള്ള മുഴുവൻ ആളുകളും നമുക്കറിയാം, നിർധനായ താഴെത്തട്ടിൽ ജീവിച്ചു വരുന്ന ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങളെ കൈപിടിച്ചു ഉയർത്തുവാൻ ഈ HROCSൽ തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര മേഖലയിലെ ഒരു ഗ്രാമമായിരിക്കുന്ന നമ്മുടെ ഈ ഭാഗത്ത് ഒരുപാട് പാവങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് അതിലേറെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ വേദിയിൽ ഇത്രയും ചങ്കൂറ്റത്തോടെ കൂടി നിന്ന് നിങ്ങൾക്ക് ഈ സേവനം ചെയ്യാൻ ഒരുപാട് നല്ലവരായ പ്രവർത്തകർ നമ്മുടെ കൂടെ ഉള്ളതിനെ കൊണ്ടാണ്. മാത്രമല്ല ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി വ്യാപകമില്ലാതെ കഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകൾ ഈ നാട്ടിലും പുറം നാട്ടുകളിലും നമുക്ക് ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ട് അവരുടെ പ്രവർത്തനമാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ സംഘാടകരുടെയും അതിമനോഹരമായ ഒരു ദിവസം. മാത്രമല്ല ഇന്ന് ഒരു പ്രത്യേക ഒരു ദിവസം കൂടിയാണ്. ലഹരിയുടെ അടിമയ്ക്കായി ഞാനും നിങ്ങളുടെ മക്കളും കുടുംബങ്ങളും എല്ലാവരും അടിമപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് ഞാനും നിങ്ങളും ഇവിടെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ സാം എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ചെയർമാൻ ഡോക്ടർ വിനോ ചാൾസ് മുഖ്യാതിഥിയായിരുന്നു. ഒരു മനിത நேயமான ஒரு பீப்பிள் ரைட்ஸ் இஸ் ஹியூமன் ரைட்ஸ். அவர் ஒரு சேல் செய்யும் போதும் சரி, அவர் ஒரு பாராட்டு விஷயமும் சரி, அவார்ட் ஃபங்க்ஷன் எது பண்ணாலும் ஒரு பெஸ்ட்டாக கொடுக்கணும் தான் அவர் பிளான் பண்ணிட்டு இருக்கார். இந்த நேரத்திலையும் இந்த வாய்ப்பு தந்ததுக்கும் இந்த சேவை செய்கிறதுக்கும்
இந்த முஸ்தபா சார் ப்ளஸ் நவுசர் சார், ஜம்ஷித் சார், அப்துல் காதர் சார், எங்கூட வந்திருக்கும் ரிச்சர்ட் சார், அனைவருக்கும் நன்றி. இந்த சேவை இன்னும் பெருசாக ஒரு பண்ணணும்னு ஆசைப்பட்றோம். சென்னையிலையும் இது மாதிரி ஒரு ப்ரோக்ராம் வந்து கமிட்டி அடுத்த மாதம் பிளான் பண்ணிகிட்ருக்கோம். இணைந்து வந்து லெனின் லீடர் ஃபெடரேஷனும் ஹியூமன் ரைட்ஸ் ஆர்கனைசேஷனும் இணைந்து வந்து பிற்காலத்தில் அங்கே மினிஸ்டர் கூட சேர்ந்து ஒர்க் பண்ணுற மாதிரி ஒரு பிளான் இருக்குது. ஓகே, சப்போர்ட் பண்ணுங்கள். ஜாயின் ஆர் டீம், ஹியூமன் ரைட்ஸ் டீம். ACE Top Service Private Limited Director Richard, HROCS Patron Dr. Taranath, Saeed Pukoya Tangal, HROCS Kerala State President Dr. Abdul Kader, Dr. Shansi Salam, Dr. Abdul Karim, Dr. Abdul Fasad, Dr. Ali Chavakada, Dr. Joseph Abraham, Dr. Yusuf, Dr. Zakaria USA, Dr. Amrita Rajkumari, Dr. Hasina Patambi, Samina, Samira Fasad, Office Staff Sheba, Anwar, HROCS തമിഴ്നാട് പ്രസിഡന്റ് ഡിസ്കോ ഖാജ എന്നിവർ പങ്കെടുത്തു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഡോക്ടർ ജംഷീദ് സ്വാഗതം പറഞ്ഞു. ഡോക്ടർ നസീമ മുസ്തഫ നന്ദി അർപ്പിച്ചും സംസാരിച്ചു. CCV ന്യൂസ് ചേലക്കര.